മലയാളികൾക്ക് അധികം പരിചയമില്ലാത്ത പെട്രോ ഒപ്പേക്ക എന്ന പുരോഹിതനെ നമുക്ക് പരിചയപ്പെടാം. 1948 അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് എയർസിൽ ജനിച്ചു. 9-ാം വയസ്സിൽ പിതാവിൻ്റെ കൂടെ കൽപ്പണിക്കാരനായി ജോലി നോക്കിയിരുന്നു. 15-ാം വയസ്സിൽ ഫുട്ബോൾ കളിക്കാരനാകാനും പുരോഹിതനാകാനും താൽപ്പര്യമുണ്ടെന്ന് അദ്ദേഹം പുരോഹിതനാവാൻ തീരുമാനിക്കുകയും സെമിനാരിൽ ചേരുകയും ചെയ്തു. 1989 ആഫ്രിക്കയിലെ മഡഗാസ്കറിൻ്റെ തലസ്ഥാനമായ ആന്റണനവീറയിലെ ഒരു സെമിനാരിൽ ഡയറക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടു. അവിടുത്തെ സാമൂഹിക അവസ്ഥ പരിതാപകരമായിരുന്നു. ഭക്ഷണം ലഭിക്കാതെ കഷ്ടപ്പെട്ട ജനങ്ങൾ ചവറുകൂമ്പാരത്തിൽ നിന്ന് ഭക്ഷണം കണ്ടെത്തിയിരുന്നു. അദ്ദേഹം അവിടുത്തെ ജനങ്ങളോട് സംസാരിക്കുകയും ഈ ഒരു അവസ്ഥ പുതിയ തലമുറയ്ക്ക് വേണ്ടി മാറ്റാൻ സാധിക്കും എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതിനായി അക്കമസാവോ എന്ന സംഘടന 1989 സ്ഥാപിച്ചു. €900 മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഇന്ന് അക്കമസാവോയിൽ 18 ഗ്രാമങ്ങളിലായി 30,000 ആളുകൾ താമസിക്കുന്നു. അതിൽ 10,000 കുട്ടികൾ. എല്ലാവരും സ്കൂളിൽ പോകുന്നു. ഇതുകൂടാണ്ട് 9 ലക്ഷം ആളുകൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായി ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം എന്നിവ ഒരു ദിവസം മുതൽ 3 ആഴ്ച വരെ നൽകി പോരുന്നുണ്ട്. ഇവിടെ 3000 വീടുകൾ, 37 സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും പുതിയ സ്കൂൾ, ക്ലിനിക്, ട്രെയിനിങ് ആൻഡ് പ്രൊഡക്ഷൻ സെൻറ്റർ സ്ഥാപിച്ചു പോരുന്നു. പ്രതിമാസ ശമ്പളം ലഭിക്കുന്ന 3600 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. അക്കമസാവോ വരുമാനത്തിൻ്റെ 75% സ്വയം പര്യാപ്തതയിലേക്ക് വളർന്നു. മാലിന്യങ്ങളുടെ വിഭജനം, സംസ്കരണം, ചെറുകിട കാർഷിക ഫാമുകൾ, കൺസ്ട്രക്ഷൻ ജോലികൾ എന്നിവ ഇവിടുത്തെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. നിശ്ചയദാർഢ്യം കൊണ്ട് ഒരു സമൂഹത്തിൻ്റെ കഷ്ടപ്പാടുകൾ മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം സ്വന്തം സുഖം നോക്കാതെ അവിടുത്തെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു.